പകരം മറ്റൊന്ന് ശക്തിയായിട്ട് വേറെ എന്തെങ്കിലും ഒരു പവർ സോഴ്സിനെ ആശ്രയിച്ചാൽ അപ്പം നമ്മുടെ ഉള്ളിൽ വേറിട്ട് എന്തെങ്കിലും ജനിക്കും. വേറെ ഒരു പവർ സോഴ്സിനെ ആശ്രയിച്ചാൽ, ഇപ്പം ഭയം ഒരു വേറൊരു പവർ സോഴ്സാണ്. മനസ്സിലായി? അങ്ങനെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഭംഗിയുള്ള സംഭവങ്ങൾ, സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ട്, അവൾ ഭയങ്കര സുന്ദരിയാണ്, അവളിൽ അട്രാക്റ്റഡായി, അത് വേറൊരു പവർ സോഴ്സാണ്. അങ്ങനെ വേറെ ഏത് പവർ സോഴ്സിലോട്ടും നമ്മൾ അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സ് ജനിച്ചേ പറ്റത്തുള്ളൂ. മനസ്സ് ജനിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു മൈൻഡ് അവിടെ ക്രിയേറ്റഡ് ആവും. കാരണം നമ്മൾ റിലേറ്റിവിറ്റിയിൽ വേറിട്ടെന്തോ രൂപം കൊണ്ടു. അതുകൊണ്ട് ഉള്ളിൽ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കത്തില്ല ഒരിക്കലും. അതൊരിക്കലും കംപ്ലീറ്റ്നെസ്സുമായിട്ട്, ഹോൾനെസ്സുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രാക്ടിക്കൽ പ്രൊസീജിയേഴ്സ് ഒരിക്കലും ഉണ്ടാകത്തില്ല. പ്രാക്ടിക്കാലിറ്റി പോസിബിൾ അല്ല. മറ്റേത് യൂണിവേഴ്സൽ റിയാലിറ്റിയാണ് ഒരു വ്യക്തി ജനിച്ചത്. അവിടെ പ്രാക്ടിക്കാലിറ്റി പോസിബിളാണ്. അത് ബിലീഫല്ല, അതൊരു റിയാലിറ്റിയാണ്, അതൊരു എക്സ്പീരിയൻസാണ്. അതുകൊണ്ട് അവിടെ യാതൊരു കാരണവശാലും ഒരു ഗ്ലിച്ചും ഉണ്ടാകത്തില്ല. അവിടെ കണ്ടിന്യൂറ്റി ഉണ്ട്, അവിടെ കണ്ടിന്യൂറ്റി അവൈലബിളാണ്. പക്ഷെ നമ്മളിൽ മറ്റൊന്ന് ജനിക്കുമ്പോൾ കണ്ടിന്യൂറ്റി അവൈലബിൾ ആകത്തില്ല. കാരണം ബാഹ്യമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ജനിച്ചതാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ ശാശ്വതമായിട്ടുള്ള ആ വ്യക്തി ജീവിക്കാനുള്ള ആ അവസ്ഥയുമായിട്ട് ഇത് പൊരുത്തപ്പെടത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മളിൽ ഉള്ള ബലഹീനതകൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക, മാക്സിമം ബലഹീനതകൾ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ശക്തിയുള്ളവന് മാത്രമേ ബലഹീനത പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശക്തിയുള്ളവന് ബലഹീനതകൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവൻ ഉള്ളിൽ ആന്തരികമായിട്ട് സുരക്ഷിതനാണ്. ബാഹ്യമായിട്ടുള്ള ബലഹീനതയെ പ്രൊജക്റ്റ് ചെയ്യുന്ന വഴിക്ക് അതിന് പരിഹാരം ലഭ്യമാവുകയും ചെയ്യും. ബാഹ്യമായിട്ടുള്ള സർവ ഇൻട്രാക്ഷനിലും ബലഹീനതകൾ പരിശോധിക്കപ്പെടും. കാരണം ബാഹ്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്നാണ് ബലഹീനത വന്നത്. ഒരിക്കലും ആന്തരികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ബലഹീനത വരത്തില്ല. കാരണം ഉള്ളിൽ ശക്തിയാണുള്ളത്. അതുകൊണ്ട് ഉള്ളിൽ നിന്നൊരിക്കലും ബലഹീനത വരത്തില്ല. അതുകൊണ്ടാണ് ഉള്ളിൽ ബലഹീനത മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. പരിഹാരം അവിടെ അല്ല. ബലഹീനതയുടെ കാരണം ബാഹ്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്നായതുകൊണ്ട് ബലഹീനതയെ തുറന്നു കാണിക്കുമ്പോൾ അത് പരിശോധിക്കപ്പെടുകയും അതിനുള്ള പരിഹാരം ലഭ്യമാവുകയും ചെയ്യും. ഇനി യാതൊരു കാരണവശാലും ഒരു കാലതാമസവും ഉണ്ടാകത്തില്ല. പക്ഷെ ഉള്ളിൽ ബലഹീനത മറച്ചു വെക്കുകയും പുറമെ അഹങ്കാരിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ബാഹ്യമായിട്ടും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായി. ഉള്ളിൽ ബലഹീനത മറച്ചു വെച്ചിരിക്കുന്നുണ്ട്, അവിടെ നിന്ന് ആറാൻ തുടങ്ങി. ഒരു കാരണവശാലും വ്യക്തി ജീവിക്കുന്ന ഭാഗത്തോട്ട് എത്തത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഉള്ളിൽ ബലഹീനത മറച്ചു വെച്ചിരിക്കുക. ബാഹ്യമായിട്ട് അഹങ്കാരത്തിൽ ഞാൻ കേമനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. കാരണം ബലഹീനത മറച്ചു വെച്ചിരിക്കുന്നവൻ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പോളിഷിങ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. വേറെ ഒരു നിർവാഹവുമില്ല. കാരണം ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്നെ ചൂഷണം ചെയ്യും, കാരണം എനിക്ക് ബലഹീനതയുണ്ട്, എന്നെ ആരും ചൂഷണം ചെയ്യരുത്. പക്ഷെ ഞാൻ തന്നെ എന്നെ ചൂഷണം ചെയ്യാൻ തുടങ്ങി, ഞാൻ തന്നെ എന്നെ നശിപ്പിക്കുന്ന ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് യാതൊരു കാരണവശാലും അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയില്ല. ഞാൻ തന്നെ ഒരു വിഷ്യസ് സർക്കിൾ ഓഫ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. അതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടണം? നമ്മൾ ഉള്ളിൽ ബലഹീനത, പുറമെ അഹങ്കാരം, രണ്ടും ബലഹീനത തന്നെ. അഹങ്കാരവും ബലഹീനതയാണ്, ഉള്ളിലിരിക്കുന്ന വീക്ക്നെസ്സും ബലഹീനത തന്നെ. അതുകൊണ്ട് ബലഹീനത, നമ്മളുടെ വീക്ക്നെസ് പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കപ്പാസിറ്റി ഉള്ളവന് മാത്രമേ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ബലഹീനതയെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശക്തിയാണ് നമ്മളോട് പറയുന്നത്, ഇത് നിൻ്റെ അയോഗ്യതയാണ്, ഇത് നീ വെച്ച് പുറപ്പിക്കാതിരിക്കാൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അത് തുറന്നു കാട്ടുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള തലങ്ങൾ തുറന്നു വരും, അതിൻ്റെ സാധ്യതകൾ തുറന്നു വരും. അപ്പോഴേ തുറന്നു വരത്തുള്ളൂ. നമ്മൾ ഹിഡനാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും അതിൻ്റെ ക്ലാരിറ്റിക്ക് കിട്ടാനുള്ള
സാധ്യത